നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് മുഖത്ത് ഒരു ഡൾനെസ്. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നമ്മുടെ സ്ട്രെസ്സ്, നമുക്ക് നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ, അങ്ങനെ പലതും. നന്നായിട്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ടും അങ്ങനെ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒബ്വിയസ്ലി മെയിനായിട്ടുള്ള കൺസേൺ നമ്മുടെ ഹെൽത്ത് നമ്മൾ നല്ല അടിപൊളിയാക്കി വെക്കുക. അത് മെൻ്റൽ ഹെൽത്ത് ആയാലും ഫിസിക്കൽ ഹെൽത്തായി മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നമ്മൾ നല്ല അടിപൊളിയാക്കി വെച്ചാൽ നമ്മുടെ പകുതി പ്രശ്നം അവിടെ തീർന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് സ്കിൻ കെയർ ആണ്. ഡെഡ് സെൽസ് ഒക്കെ അക്യുമുലേറ്റ് ആയിട്ട്, അതായത് നമ്മൾ ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട്, ഫേസിനൊരു ഡീപ്പ് ക്ലീനിങ് കൊടുക്കാത്തത് കൊണ്ട് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും ഫേസിന് നല്ല ഒരു യങ് ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. ഒപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്കിന്നൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം വേണം ഈ പാക്കൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ മുഴുവൻ വീഡിയോയും കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമായിരിക്കും പ്രോപ്പറായിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, എളുപ്പത്തിൽ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്, റൈസ് ഫ്ലോർ. ഇത് വറുത്തതാണോ എന്നൊക്കെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസിൻ്റെ താഴെയായിട്ട്. ഇത് വറുത്തതാണ്. നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. വറുത്ത അരിപ്പൊടി ആണെങ്കിൽ കുറച്ചുകൂടെ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് കേടായി പോവില്ല. ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങുന്നതായാലും മതി, അല്ല നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതായാലും മതി. ഏതായാലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇവിടെ ഞാൻ 1-1.5 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു അരിപ്പൊടി എന്താ വെച്ചാൽ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിനും വൈറ്റനിങ്ങിനും ഭയങ്കര നല്ലതാണ്. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് സ്കിന്നിൽ യൂസ് ചെയ്താൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് വരെ തരാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഹോം മെയ്ഡ് ആണ്, പക്ഷേ കൊറിയൻ ഗ്ലാസ് സ്കിന്നിൽ വരെ അവർ യൂസ് ചെയ്യുന്നത് റൈസ് വാട്ടർ ആൻഡ് റൈസ് ഫ്ലോർ ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. റൈസ് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അത് ഈവൻ ഒരു കഞ്ഞിവെള്ളം ആയാൽ പോലും, നല്ല തണുത്തിട്ട് പുളിച്ചിട്ട് ഉള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതായാൽ പോലും. സോ അത്രയൊന്നും നമ്മൾ കഷ്ടപ്പെടുന്നില്ല. ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒപ്പം ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് നമുക്ക് സൺ ടാൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വെയിലേറ്റ കരിവാളിപ്പ്, അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് കുറേ കാലം കൊണ്ടുള്ള വെയിലേറ്റിട്ട് മുഖത്തൊരു ഡൾനെസ് ഫീൽ ആവില്ലേ, ഒരു ഡാർക്ക് സ്കിൻ. ഓൾറെഡി നല്ല നിറം ഉണ്ടായിരുന്നു, പക്ഷേ ഈ വെയിലും പൊടിയും അഴുക്കും ഒക്കെ കാരണം നന്നായിട്ട് നിറം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ ഒരു തൈര് പോലെ അമേസിങ് ആയിട്ടുള്ള വേറൊരു ഐറ്റം ഇല്ല. അത്രമാത്രം നല്ല രീതിയിൽ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും സ്കിന്നിൻ്റെ ഗ്ലോ തിരിച്ചു കൊണ്ടുവരാനും ഡെഡ് സെൽസ് ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നമുക്ക് നാച്ചുറലായിട്ട് എന്ത് സ്കിൻ ടോൺ ആണോ, എന്ത് നിറമാണോ നമ്മുടെ മുഖത്തിനുള്ളത്, അത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്കിൻ ടോൺ പുറത്ത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വെയിലേറ്റ് കരിവാളിപ്പ് കാരണം, നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തത് കാരണം മുഖം ആകെ മൊത്തം ഡാമേജായി ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ ഗ്ലോ, അതേ ഒരു ഭംഗി, ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്ത്, ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാനും റിപ്പയർ ചെയ്തെടുക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ തൈരും നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ നിങ്ങൾക്ക് തൈര് സെറ്റ് ആവത്തില്ല എന്നാണെങ്കിൽ അത് മാറ്റിയിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാലും തൈരും നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരമായിട്ട് തേൻ ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ മാത്രമാണ് നമുക്ക് സ്കിന്നിലൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കുകയുള്ളൂ. വേറെ നമ്മൾ വെള്ളമൊന്നും വെച്ച് ചെയ്യരുത്. വെള്ളമൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആകും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയിട്ടുള്ളത്. വെള്ളം വെച്ച് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്കത് അങ്ങോട്ട് പോക്കായിട്ടില്ല. സ്കിന്നിനെ കുറച്ച് കൂടുതൽ ഡ്രൈ ആക്കും പോലെ തോന്നിയിട്ടുണ്ട്. സോ ഒന്നുകിൽ പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എടുത്തതുപോലെ തൈരെടുക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
പാൽ, തൈര് തുടങ്ങിയവ ഒന്നും സെറ്റാവാത്തവരാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് ചെറിയ ബോട്ടിൽ തേനൊക്കെ വാങ്ങാൻ കിട്ടും. എവിടെ നിന്നായാലും നമുക്ക് സ്കിന്നിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള തേൻ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ തേൻ എടുക്കുക, അത് ചേർത്ത് കൊടുക്കുക. നല്ല കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ചേർത്ത് കൊടുക്കണം. കാര്യം നമ്മളിതിൽ വേറെ ലിക്വിഡ് ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുക. എല്ലാം കൂടെ വേണ്ട, ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. ഇതുപോലൊന്ന് മിക്സാക്കി എടുത്ത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നന്നായിട്ട് ഡാമേജ് ആയിരിക്കുകയാണ് സ്കിന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ആഴ്ചയിലോ ഒരിക്കലോ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ആദ്യത്തെ 1 week എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഇതുപോലെ ഒന്ന് പിടിക്കും. ഒരു 15 മിനിറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഇത് നമുക്കിങ്ങനെ സെമി ഡ്രൈ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് വെള്ളം എടുക്കുക മുഖത്തോട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യേണ്ട, ആദ്യത്തെ ദിവസം ഉറപ്പായിട്ടും സ്ക്രബ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രബ് ചെയ്താൽ മതി. അല്ലാത്ത ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ സ്ക്രബിങ് നിങ്ങൾ ആദ്യത്തെ ദിവസം ചെയ്യുക. പിന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പോലും ചെയ്യേണ്ട കാര്യമില്ല. ഒരു 3 ദിവസമൊക്കെ ഇടവിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുക. നന്നായിട്ട് മാറ്റം ഉണ്ടായി എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് ഓരോ ദിവസമായിട്ട് കുറച്ച് കൊണ്ടുവരാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് 2 ദിവസവും 3 ദിവസവും ആഴ്ചയിൽ ഒരു 1-2 ദിവസം മാത്രമാക്കി കുറച്ച് കൊണ്ടുവരാം. കംപ്ലീറ്റ്ലി നിർത്തരുത്. ഒരു 3 ദിവസമൊക്കെ ആഴ്ചയിൽ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും ഇതൊരു 3 ദിവസം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് 3 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും. 3 ദിവസമൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ സ്ക്രബ് ചെയ്തങ്ങ് വാഷ് ചെയ്താൽ മതി. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. സ്കിന്നിനെ നന്നായിട്ട് സൂത്തൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ്സും പെട്ടെന്നൊരു എനർജി കിട്ടും പോലെ ഇരിക്കും. കാര്യം അത്രയും നാൾ നമ്മൾ സ്കിൻ ഒട്ടും തന്നെ കെയർ ചെയ്യാണ്ട് മുഖമൊക്കെ നമ്മൾ ഡള്ളാക്കി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു മാറ്റം അറിയാനായിട്ട് പറ്റുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കണം. ഒരു 8 ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും കുടിക്കുക. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് കിടന്ന് ഉറങ്ങുക 8 മണിക്കൂറൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല അടിപൊളി ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്ത് ഡയറ്റൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കും കൂടെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫേസ് അടിപൊളിയാവും. ശരിക്കും നല്ല യങ് ഗ്ലോയും അതുപോലെ തന്നെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ലുക്കും തരാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് ഞാൻ ചെയ്തു കൊടുത്തത് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. ആദ്യം അലോവേര ജെൽ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അലോവേര ജെൽ ഇട്ട് കൊടുക്കാൻ കാര്യം എന്താ വെച്ചാൽ ടോണർ കയ്യിലില്ല, റോസ് വാട്ടർ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് പകരമായിട്ടാണ് അലോവേര ജെൽ ഇട്ടത്. നിങ്ങൾ ഏതാണോ സ്കിൻ കെയർ ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റൊക്കെ ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പാക്കല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സൂപ്പറാണ്, അടിപൊളിയായിട്ട് വർക്കാവും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കണ്ട. ബൈ.